ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ചിക്കനും ബീഫും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കിയെടുത്ത് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടില്ല കേട്ടോ, അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെലയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഫസ്റ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ പകുതി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി എടുത്താൽ മതി. അത് ഞാൻ ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓൾറെഡി അതിൽ കുറച്ച് ഉപ്പായിട്ടാണ് വരുന്നുണ്ടാവുക, അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു മാഗി ക്യൂബ്സൊക്കെ ഒന്ന് മെൽറ്റായിട്ട് അതിലൊക്കെ ഒന്ന് ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണ വരെ കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മാഗി ക്യൂബ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താലും മതിയിട്ട്. ഇനിയിപ്പോൾ അതൊന്നും ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ള കേട്ടോ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴുങ്ങിയെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നല്ല പോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു 2 പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ റൗണ്ട് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഞാനിപ്പോൾ ഒരു 8 പീസാക്കിയിട്ട് 1 4 അങ്ങനെ 8 പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് മുട്ട പുഴുങ്ങിയിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഞാൻ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഇതാ ഞാനൊരു 1/4 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതാ 1 കപ്പോളം വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. വല്ലാണ്ടങ്ങ് ലൂസാവാനും പാടില്ല, എന്നാൽ വല്ലാണ്ടങ്ങ് തിക്കാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് ഈ ഒരു മാവ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് ആക്കിയെടുക്കാനേ. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയ പോർഷൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒരു മീഡിയം വലുപ്പത്തിൽ ഈ ഒരു രീതിയിലാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലും ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് ഇതുപോലെ ആക്കി കൊടുക്കുക. നല്ലൊരു ഷേപ്പാക്കി റൗണ്ടിലുള്ള ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. നമ്മൾ കട്ട്ലേറ്റൊക്കെ റൗണ്ട് ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ. പക്ഷേ ഉള്ളിൽ നമ്മൾ ഇതിന് മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കനൊന്നുമില്ല, ഈ ഒരു മുട്ട മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കിയെടുത്താൽ. ഇത് ഒന്നങ്ങ് റൗണ്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ റൗണ്ട് ചെയ്തിട്ട് അങ്ങ് ആക്കിയെടുത്താൽ മതി.
അപ്പോൾ അതായത് ഇതുപോലെ ഒരു 8 എണ്ണമാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ഒരു 8 എണ്ണമൊക്കെ ചെയ്തെടുക്കാനുണ്ടാവും. ഇനി കൂടുതൽ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടിയാക്കിയിട്ട് അങ്ങനെ എടുത്ത് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് നല്ല കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇനി നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള മിക്സിലേക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ബ്രെഡ് ക്രംസൊക്കെ അങ്ങ് വെച്ചിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 2-3 എണ്ണം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ ഒന്നായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു മിക്സിയിൽ ഒന്നും കൂടി ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു പുറമൊക്കെ നല്ല ഒന്നും കൂടെ ക്രിസ്പിനെസ് കിട്ടാനും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു മിക്സിയിൽ മുക്കുക, വീണ്ടും ബ്രെഡ് ക്രംസിൽ അതുപോലെ തന്നെ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. കാണുമ്പോൾ തന്നെ കട്ട്ലേറ്റിൻ്റെ ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രീ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടാക്കി എടുത്തതിലേക്ക് നമുക്ക് 1-2 ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രീ ആക്കിയിട്ട് കോരിയെടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നല്ല വട്ടമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെയും ഫ്രീ ആക്കി എടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രീ ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. താഴ്ഭാഗം ഒന്നായി വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടി ഒന്ന് ആക്കി എടുക്കട്ടെ. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചും അങ്ങ് ഫ്രീ ആക്കിയിട്ട് അങ്ങ് കോരിയെടുത്താൽ മതിയേ. ഇപ്പോൾ അതായത് നല്ല പോലെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ അങ്ങ് കോരിയെടുക്കാം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ല. നല്ല നമുക്ക് കാണുമ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ അതേ ഷേപ്പും അതേ ഒരു ലുക്കൊക്കെയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആരും കണ്ടാൽ അങ്ങനെ ഒന്നും പെട്ടെന്ന് പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ ഇങ്ങനെ മുട്ട കടിച്ചിട്ട് ആ ഒരു മസാലയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് എല്ലാം ഞാൻ അതുപോലെ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അതും വെറും 2 മുട്ട വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.